ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. അടൂർ പ്രകാശിനു പിന്നാലെ എം ഹസനാണ് രാഹുലിനായി രംഗത്ത് വന്നത്. പാർട്ടി നിലപാടെടുക്കുന്നതിന് മുൻപ് രാഹുലിനെതിരെ വനിതാ അംഗങ്ങൾ രംഗത്ത് വന്നത് തെറ്റാണെന്നും പരാതിക്കാർ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കേണ്ട ഗതികേടിലാണ് അന്വേഷണ സംഘമെന്നും ഹസൻ പരിഹസിച്ചു. അതേസമയം ഇടത് നേതാക്കൾ ഉൾപ്പെട്ട കേസുകൾ കുത്തിപ്പൊക്കി രാഷ്ട്രീയ പ്രതിരോധം ഒരുക്കുകയാണ് കോൺഗ്രസ്. കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വന്ന് ഒരാഴ്ച പിന്നിടുന്നതിനകമാണ് ആദ്യം പാർട്ടി കൈക്കൊണ്ട നിലപാടുകളിൽ നിന്ന് വിരുദ്ധമായി പാർട്ടി നേതൃത്വത്തിലുള്ളവർ തന്നെ മറിച്ചൊരു നിലപാടിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അതോടൊപ്പം UDF കൺവീനർ അടൂർ പ്രകാശും സമാനമായ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയ പ്രതിരോധം തീർക്കും എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇന്ന് എം ഹസൻ കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. വനിതാ നേതാക്കൾ പാർട്ടി ഒരു നടപടി എടുക്കുന്നതിന് മുമ്പ് പരസ്യമായി പ്രതികരണം നടത്തിയത് തെറ്റായി പോയി എന്നും എം ഹസൻ പറഞ്ഞു വെച്ചു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി ഗുരുതരമായ ആരോപണങ്ങളൊന്നും ഉയരില്ല എന്ന ഒരു ആശ്വാസത്തിലാണോ അതോ അതിനപ്പുറത്തേക്ക് നിയമപരമായി ആരും പോലീസിനെ ഇതുവരെ സമീപിച്ചിട്ടില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ ഇങ്ങനൊരു നിലപാട് മാറ്റം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനിടെ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം നാളെ മുതൽ മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് കടക്കും. 10-ലധികം പരാതികളാണ് വിവിധ സ്ഥലങ്ങളിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഇമെയിലായി പരാതി അയച്ചിരിക്കുന്ന 2 പേരുടെ മൊഴിയാകും നാളെ രേഖപ്പെടുത്തുക. അവർ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തീരുമാനം. പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നതെന്നാണ് വിവരം. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് മേധാവി ADGP H വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നിരുന്നു. അന്വേഷണം ഏത് ദിശയിൽ മുമ്പോട്ട് പോകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ADGPയുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉണ്ടാകും എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് എത്താനുള്ള നീക്കം നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടി അതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടന്നാൽ അതിനെ രാഷ്ട്രീയമായി തെരുവിൽ നേരിടുമെന്ന് BJP തന്നെ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ പ്രതിരോധം തീർത്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്നതും അതോടൊപ്പം ഇടത് നേതാക്കൾക്കെതിരെ നേരത്തെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ കുത്തിപ്പൊക്കാനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നതും ഈ നീക്കങ്ങളുടെ ഭാഗമായി സ്വപ്ന സുരേഷ് മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിശദമായ മൊഴിയെടുത്തുള്ള അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്.